ഹായ് ഓൾ. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. 28 ക്വസ്റ്റ്യൻ വരെ നോക്കിയിരുന്നു. 29ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ടാബ് ഫ്രം ദ ഫോളോയിങ് ഇൻ വിച്ച് ദ ഫുഡ് നോട്ട് ഓപ്ഷൻ ഈസ് അവൈലബിൾ. അപ്പം ഇതിൽ ഫുഡ് നോട്ട് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ടാബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഹോം, ഓപ്ഷൻ ബി ഇൻസൈഡ്, ഓപ്ഷൻ സി റെഫറൻസസ്, ഓപ്ഷൻ ഡി പേജ് ലേഔട്ട്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി റെഫറൻസസിനകത്താണ് ഫുഡ് നോട്ട് ഓപ്ഷൻ കാണുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇമേജ് ഓർ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയേഴ്സ് ബിഹൈൻഡ് ദ മെയിൻ ടെക്സ്റ്റ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ദാറ്റ് ആർ ഓഫൺ യൂസ്ഡ് ടു ഷോ ദ പർപ്പസ് ഓഫ് എ ഡോക്യുമെൻറ്റ്. അതായത് ഒരു ഡോക്യുമെൻ്റ് പ്രധാന ഉള്ളടക്കത്തിന് പിന്നിലായിട്ട് കാണുന്ന ചിത്രമോ വാചകമോ ആണ് അത് സാധാരണയായിട്ട് ഡോക്യുമെൻ്റ് ഉദ്ദേശത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം എന്നതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ബാക്ക്ഗ്രൗണ്ട്, ഓപ്ഷൻ സി ബാക്ക് കളർ, ഓപ്ഷൻ സി ഹെഡർ, ഓപ്ഷൻ ഡി വാട്ടർ മാർക്ക്. ഏതൊരു ഡോക്യുമെൻ്റ് പ്രധാന ഉള്ളടക്കത്തിന് പിന്നിലായി കാണുന്ന ചിത്രമോ വാചകമാണ് വാട്ടർ മാർക്ക്. ഓപ്ഷൻ ഡി വാട്ടർ മാർക്കാണ് ഇത് പറയുന്നത്. ഡോക്യുമെൻ്റ് ഉദ്ദേശത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ആടൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ആട് കാണുമ്പോൾ എന്തിൻ്റെ ആടാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് വാട്ടർ മാർക്ക് എന്ന് പറയുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ കൺട്രോൾ പ്ലസ് ഇ ഇൻ വേർഡ്. അപ്പോൾ വേർഡിൽ കൺട്രോൾ പ്ലസ് ഇ എന്നത് എന്ത് ഉപയോഗമാണ് വേർഡിലുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ചേഞ്ച് ദ ലൈൻ സ്പേസിങ്, ഓപ്ഷൻ ബി അലൈൻ ദ ലൈൻ ഓർ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു സെൻറ്റർ, അലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ സെൻറ്ററിലോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ്. ഓപ്ഷൻ സി ഡിലീറ്റ് ലൈൻ സ്പേസ് ഡിലീറ്റ് ആക്കുവാൻ വേണ്ടി. ഓപ്ഷൻ ഡി അലൈൻ ദ ലൈൻ ഓർ ടെക്സ്റ്റ് ടു ലെഫ്റ്റ്, ലൈൻ ഉണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അലൈൻ ദ ലൈൻ ഓർ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു സെൻറ്റർ ആണ് കൺട്രോൾ പ്ലസ് ഈ വേർഡിൽ ഉപയോഗിക്കുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ദ നമ്പർ ഓഫ് സ്പേസസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് എ പാരഗ്രാഫ് ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ് മാർജിൻ. ദ പ്രോസസ് ഓഫ് setting the number of spaces used to separate a paragraph from left or right margin. അതായത് ഇടത്തും വലത്തും മാർജിനുകളിൽ നിന്ന് ഒരു പാരഗ്രാഫിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ആ സ്പേസുകളിലെ എണ്ണം ക്രമീകരിക്കുന്ന പ്രക്രിയ. ആ പ്രക്രിയ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻഡൻറ്റേഷൻ, ഓപ്ഷൻ ബി ഓറിയൻറ്റേഷൻ, ഓപ്ഷൻ സി അലൈൻമെൻറ്റ്, ഓപ്ഷൻ ഡി സ്പേസിങ്. അപ്പോൾ നമുക്കറിയാം അതെന്താണ്. ഓപ്ഷൻ എ ഇൻഡൻറ്റേഷൻ ആണ് ഈ പറയുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആപ്ലിക്കേഷൻ പാക്കേജ് യൂസ്ഡ് ടു പെർഫോം വേർഡ് പ്രോസസ്സിംഗ് ഈസ് ഡാഷ്. ദ ആപ്ലിക്കേഷൻ പാക്കേജ് യൂസ്ഡ് ടു പെർഫോം വേർഡ് പ്രോസസ്സിംഗ് ഈസ് ഡാഷ്. അതായത് ഈ വേർഡ് പ്രോസസ്സിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പാക്കേജ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ MS വേർഡ്, രണ്ടാമത്തെ ലിബർ ഓഫീസ് റൈറ്റർ, മൂന്നാമത്തെ ഡ്രീം വേവർ. അതിൽ സബ് ഓപ്ഷൻ എ 1 only, B 2 only, C both 1 and 2, D all of these. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഏതാണ് 1 and 2, അതായത് MS വേർഡും ലിബർ ഓഫീസ് റൈറ്ററുമാണ് വരുന്നത്. ദ ആപ്ലിക്കേഷൻ പാക്കേജ് യൂസ്ഡ് ടു പെർഫോം വേർഡ് പ്രോസസ്സിംഗ് ഈസ് MS വേർഡ് ആൻഡ് ലിബർ ഓഫീസ് റൈറ്റർ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ലിബർ ഓഫീസ് എന്താണ്? ലിബർ ഓഫീസ് എന്ന് പറയുന്നത് ഈ ഓഫീസ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറുകളുടെ ഒരു കൂട്ടമാണ് ഈ ലിബർ ഓഫീസ് എന്ന് പറയുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫീച്ചർ ഇൻ MS വേർഡ് ദാറ്റ് അലോസ് എ ലാർജസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ഓർ എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ഡെക്കറേറ്റീവ് എലമെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ്.
അതായത് ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ അതിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കും അല്ലേ. അപ്പോൾ അത് MS വേർഡിൽ ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ എന്തുപയോഗിച്ചിട്ടാണ് ആ ഒരു പാരഗ്രാഫിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബോൾഡ്, ഓപ്ഷൻ ബി എ ഡ്രോപ്പ് ക്യാപ്, ഓപ്ഷൻ സി ടോഗിൾ കേസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡ്രോപ്പ് ക്യാപ്പാണ്. ഡ്രോപ്പ് ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ യൂസ്ഫുൾ ഫീച്ചർ ദാറ്റ് ഇൻകോർപ്പറേറ്റ് ഡേറ്റ ഫ്രം ബോത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് ആൻഡ് മൈക്രോസോഫ്റ്റ് എക്സൽ and allows you to create multiple documents at once, such as letters, saving you the time and effort of retyping the same letter many times. അതായത് ഈ മൈക്രോസോഫ്റ്റ് വേർഡിൽ നിന്ന് എക്സലിൽ നിന്നുമുള്ള ഡേറ്റയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരേ കത്ത് ഒരു പലതവണ ടൈപ്പ് ചെയ്യുന്നതിനുള്ള സമയവും പ്രയത്നമൊക്കെ ലാഭിച്ചുകൊണ്ട് കത്തുകൾ പോലെയുള്ള ഒന്നിലധികം ഡോക്യുമെൻറ്റുകൾ ഒരേ സമയം നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വഴിയാണ്, എന്ത് വഴിയാണ്, ഏത് ഓപ്ഷൻ വഴിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മെയിൽ മെർജ്, ഓപ്ഷൻ ബി ടേബിൾ ഓഫ് കണ്ടൻസ്, ഓപ്ഷൻ സി ഗൈഡ്സ്, ഓപ്ഷൻ ഡി ക്ലിപ്പ് ആർട്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ മെയിൽ മെർജ്. 36ാമത്തെ ക്വസ്റ്റ്യൻ. കമൻസ് പ്രൊവൈഡ് ആൻ ഈസി ആൻഡ് എഫക്റ്റീവ് വേ ടു മേക്ക് എ നോട്ട് ഓൺ സംതിങ് ദാറ്റ് നീഡ്സ് അഡീഷണൽ അറ്റൻഷൻ ഓർ പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ. ചൂസ് ഫ്രം ദ ഫോളോയിങ് ദ റൈറ്റ് ഓപ്ഷൻ ടു ഇൻസേർട്ട് എ കമൻറ്റ് ഇൻ എ ഡോക്യുമെൻറ്റ്. അതായത് ഈ കമൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, അധിക ശ്രദ്ധ ആവശ്യമുള്ളതിനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനോ ഒരു കുറിപ്പ് ചേർക്കാൻ എളുപ്പവും ഫലപ്രദമായൊരു മാർഗമാണ് ഈ കമൻ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഏത് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഒരു ഡോക്യുമെൻറ്റിൽ കമൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫയൽ ടാബ്, ഓപ്ഷൻ ബി റെഫറൻസ് ടാബ്, ഓപ്ഷൻ സി റിവ്യൂ ടാബ്, ഓപ്ഷൻ ഡി മെയിലിംഗ് ടാബ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി റിവ്യൂ ടാബാണ്. റിവ്യൂ ടാബ് ഉപയോഗിച്ചിട്ടാണ് കമൻറ്റ്സ് ഇടുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ MS Word 2007 document view. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ MS Word 2007 document view. അതായത് MS Word 2000 ഇല്ലാത്ത ഒരു ഡോക്യുമെൻ്റ് വ്യൂ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പ്രിൻ്റ് ലേഔട്ട്, ഓപ്ഷൻ ബി ഫുൾ സ്ക്രീൻ റീഡിംഗ്, ഓപ്ഷൻ സി വെബ് ലേഔട്ട്, ഓപ്ഷൻ ഡി പോർട്രേറ്റ്. അപ്പോൾ അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ്, പോർട്രേറ്റ് ആണ്. ഓപ്ഷൻ ഡി പോർട്രേറ്റ് ആണ് ആൻസർ വരുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ദ കറൻറ്റ് ഡോക്യുമെൻറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ദ കറൻറ്റ് ഡോക്യുമെൻറ്റ്. കറൻറ്റ് ഡോക്യുമെൻറ്റിലെ ഇൻഫർമേഷൻ എവിടെ, ഏത് ഓപ്ഷനിലാണ് കാണാൻ സാധിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ടൂൾ ബാർ, ഓപ്ഷൻ ബി സ്റ്റാറ്റസ് ബാർ, ഓപ്ഷൻ സി ടൈറ്റിൽ ബാർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി സ്റ്റാറ്റസ് ബാറിലാണ് നമുക്ക് കറൻറ്റ് ഡോക്യുമെൻറ്റിലെ ഇൻഫർമേഷനൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ്. ഓപ്ഷൻ എ ക്രിപ്റ്റോ ലോക്കർ, ഓപ്ഷൻ ബി കോഡ് റെഡ്, ഓപ്ഷൻ സി കീ ലോഗേഴ്സ്, ഓപ്ഷൻ സി കീ ലോഗേഴ്സ്, ഓപ്ഷൻ ഡി വെബ് റൂട്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വെബ് റൂട്ടാണ്. എന്തുകൊണ്ടാണ് വെബ് റൂട്ട് ഇതിൽ ഓഡ് വൺ ആകാൻ കാരണം? അതായത് ബാക്കി 3 ഓപ്ഷനും മാൽവെയറാണ്. ഈ വെബ് റൂട്ട് മാത്രമാണ് ഇവയിൽ ഈ കമ്പ്യൂട്ടറിനെയൊക്കെ
സംരക്ഷിക്കുന്ന ഒരു ഇതായിട്ട് ഉപയോഗിക്കുന്നത് വെബ് റൂട്ട്. അതുകൊണ്ടാണ് വെബ് റൂട്ട് ഓടുവണ്ണാകാനുള്ള ഒരു കാരണം. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വി വാണ്ട് ടു അറേഞ്ച്, സമ്മറൈസ് ഓർ സോർട്ട് ഡേറ്റ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് വി ക്യാൻ യൂസ് ഡാഷ്. എന്താണ്? അതായത് അറേഞ്ച് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും അതേപോലെ തന്നെ ഡാറ്റ സോർട്ട് ചെയ്യാനും ആയിട്ട് സ്പ്രെഡ്ഷീറ്റിൽ ഉപയോഗിക്കുന്ന എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗ്രാഫ്, ഓപ്ഷൻ ബി സമ്മ്, ഓപ്ഷൻ സി പിവറ്റ് ടേബിൾ, ഓപ്ഷൻ ഡി ഫിൽറ്റർ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി പിവറ്റ് ടേബിൾ ആണ്. പിവറ്റ് ടേബിൾ എന്താ? പിവറ്റ് ടേബിൾ വലിയ ഡേറ്റാ സൈറ്റുകളിൽ നിന്ന് വിവരങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുന്നു. അവയെ വിവിധ രീതികളിൽ ക്രമീകരിക്കാനും താരതമ്യം ചെയ്യാനും ട്രെൻഡുകൾ കണ്ടെത്താനും സഹായിക്കുന്ന ഒരു ടേബിളാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ആൻസർ അല്ലേ? അതിൽ പറയുന്നുണ്ട് അറേഞ്ച് ചെയ്യാനുണ്ട്, സമ്മറൈസ് ചെയ്യാനും സോർട്ട് ചെയ്യാനൊക്കെ സ്പ്രെഡ്ഷീറ്റിൽ ഉപയോഗിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അതാണ് പിവറ്റ് ടേബിൾ. എന്താണ് പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞാലും ഒരു ആൻസർ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.